അനന്തകൃഷ്ണൻ നമ്മോടൊപ്പം ഉണ്ട്. അനന്തൻ, ഒരു ഫൈനൽ ലിസ്റ്റ് ആവുന്നു, 4 മണി കഴിഞ്ഞു, ഫൈനൽ ലിസ്റ്റ് ആവുന്നു എന്ന് വിചാരിക്കാം. അപ്ഡേഷൻ എന്ന് പറയുന്നത് രാജ്ഭവനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ, ക്ഷമിക്കണം, ലോക് ഭവനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ കന്റോൺമെന്റ് ഹൗസിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വി.ഡി. സതീശൻ KPCCയിലേക്ക് പോകുന്നില്ല, ചർച്ചകൾ ഇവിടെ തന്നെ നടത്തി അവസാനിപ്പിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ലോക് ഭവനിലേക്ക് ഇറങ്ങും. അത് സംബന്ധിച്ചുള്ള ഇപ്പോൾ അനൂപ് ജേക്കബുമായിട്ടുള്ള ചർച്ച പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ചില ആശയവിനിമയങ്ങൾ കൂടി നടത്തിയ ശേഷം മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കും. അതുമായിട്ട് ഗവർണറെ കാണാൻ വേണ്ടി പോവുകയും ചെയ്യും. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് ഈ അനൂപ് ജേക്കബുമായിട്ടുള്ള ചർച്ചയിൽ ചില സാധ്യതകൾ വീണ്ടും ഉരുത്തിരിയുകയാണ്. അനൂപ് ജേക്കബിന് 5 വർഷ കാലാവധിയുള്ള മന്ത്രിയായിട്ട് തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കൊടുക്കാനുള്ളൊരു നീക്കം നടക്കുന്നു. അപ്പോൾ മാണി സി കാപ്പനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. അതാണ് ഇപ്പോൾ അകത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. അങ്ങനെ ഒരു പുതിയ ട്വിസ്റ്റ് അതിനകത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനകം വി.ഡി. സതീശൻ മന്ത്രിമാരുടെ പട്ടികയുമായി ഗവർണറുടെ അടുത്തേക്ക് പോകും. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വകുപ്പുകൾ സംബന്ധിച്ച് ഇന്നിപ്പോൾ തീരുമാനം എടുക്കേണ്ടതില്ല. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലുള്ള സാധ്യതാ പട്ടിക നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇങ്ങനെയാണ്. വി.ഡി. സതീശൻ ധനകാര്യവും തുറമുഖവും, രമേശ് ചെന്നിത്തല ആഭ്യന്തരം വിജിലൻസ്, സണ്ണി ജോസഫ് റവന്യൂ നിയമം, കെ മുരളീധരൻ ആരോഗ്യം ദേവസ്വം, A.P. അനിൽകുമാർ ടൂറിസം സാംസ്കാരികം സിനിമ, M. ലിജു എക്സൈസ് സഹകരണം, P.C. വിശ്വനാഥിനെ ഉന്നത വിദ്യാഭ്യാസവും ഒപ്പം തന്നെ വൈദ്യുതി വകുപ്പുമാണ് പരിഗണിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബിന്ദു കൃഷ്ണ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ്, T. സിദ്ദിഖിന് വനം വകുപ്പ്. T. സിദ്ദിഖ് മന്ത്രിസഭയിൽ ഉറപ്പാക്കുകയാണ്. മാണി സി കാപ്പൻ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് വരുന്നു. നമ്മൾ ആ തീരുമാനത്തിലേക്ക്, അവർ തമ്മിലുള്ള തർക്കത്തിലേക്ക് തീരുമാനം വല്ലതും ആയോ? ഒന്ന് പ്രതികരിച്ചിട്ട് പോകാം. പ്രതികരിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത്, അതായത് അനൂപ് ജേക്കബിന് 5 വർഷം ഫുൾ ടൈം കൊടുക്കുന്നു, മാണി സി കാപ്പൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മാറുന്നു. അങ്ങനെ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു. അത് സംബന്ധിച്ച് അപ്പോൾ മാണി സി കാപ്പൻ ഇപ്പോൾ തൽക്കാലം ഒരു ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയില്ല. ക്യാബിനറ്റ് പദവി കിട്ടുന്ന ഒരു പൊസിഷനിലേക്ക് മാണി സി കാപ്പനും വരുന്നു. അത് അദ്ദേഹത്തെ തൃപ്തനാക്കുമോ അമൽ? അനൂപ് ജേക്കബുമായുള്ള ചർച്ച 3/4 മണിക്കൂറും കഴിഞ്ഞ് 1 മണിക്കൂറിലേക്ക് നീളുകയാണ്. ആ വിഷയത്തിൽ ധാരണകൾ ഒന്നും ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചത് മാണി സി കാപ്പൻ തന്നെ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെ ആ ഒരു ഓപ്ഷൻ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ 5 വർഷവും പുറത്ത് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ 2.5 വർഷം പുറത്ത് നിൽക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ വെക്കുന്നു. പക്ഷേ അത് നടക്കുമോ എന്നുള്ളതാണ്. കോൺഗ്രസിന് കൈവശം ഇരിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വിട്ടു നൽകിയാൽ മാത്രമേ ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് ടേമാക്കുമ്പോഴാണ് കോൺഗ്രസിന് 12 ആകുന്നത്. മാണി സി കാപ്പന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദവും മാണി സി കാപ്പൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ താൻ ഒന്നുമില്ലാതെ പാലായിലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരും എന്നുള്ള ഒരു മനോവിഷമം മാണി സി കാപ്പനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാണി സി കാപ്പൻ പറഞ്ഞത് വി.ഡി. സതീശൻ വന്നപ്പോഴും രമേശ് ചെന്നിത്തല വന്നപ്പോഴും കൊടിവെച്ച കാറ് പാലായിലേക്ക് വരും എന്നുള്ള ഉറപ്പ് പാലായിലെ വോട്ടർമാർക്ക് കൊടുത്തു എന്നുള്ള വൈകാരികമായ പ്രതികരണം അദ്ദേഹം നടത്തുകയുണ്ടായി. മാത്രമല്ല, വി.ഡി. സതീശൻ ബിഷപ്പ് ഹൗസിലേക്ക് പോയപ്പോൾ രാവിലെ ക്ലിബിസിനെ കണ്ടപ്പോൾ അവിടെയും മാണി സി കാപ്പൻ എത്തി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും ലീഗ് നേതൃത്വത്തെ ഇടപെടിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഒടുവിൽ അനൂപ് ജേക്കബിന്റെ ചർച്ച ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുമ്പോഴാണ് മാണി സി കാപ്പൻ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയാണോ? അതിൽ വി.ഡി. സതീശൻ വഴങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനുള്ളത്. അത് വി.ഡി. സതീശൻ മാത്രം തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. കാരണം KPCC ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ഒടുവിലാണ് ആ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനങ്ങളിൽ ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോൾ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ എന്നുള്ളതാണ്. അപ്പോൾ ഷാനിമോൾ ഉസ്മാനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം വീണ്ടും വഷളാവുകയാണ്. ഇപ്പോൾ എങ്ങനെ ഈ വിഷയമെല്ലാം സെറ്റിൽ ചെയ്യും? വനിതാ പ്രാതിനിധ്യം ബിന്ദു കൃഷ്ണയിൽ മാത്രം ഒതുങ്ങുമോ, ഈ പ്രധാന പദവികളിൽ ഒതുങ്ങുമോ എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. അങ്ങനെ വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാകുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ലീഗിന്റെ വിഷയത്തിലും അതോടൊപ്പം തന്നെ അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ സീറ്റ് വിഭജനത്തിലും ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. മാണി സി കാപ്പൻ എന്തായാലും അകത്തേക്ക് പോയിരിക്കുന്നു. അനൂപ് ജേക്കബ് അകത്തുണ്ട്, വിശദമായി തന്നെ സംസാരിക്കുന്നു. ക്ലെയിമിന്റെ കാര്യം പരിശോധിച്ചാൽ മാണി സി കാപ്പനിലും ഒരു പിടി മുകളിൽ പാരമ്പര്യമായി കൈവശം വെച്ച് പോന്നിരുന്ന മന്ത്രിസ്ഥാനം എന്നുള്ള നിലയിലാണ് ജേക്കബിന്റെ കാലം മുതൽ. അനൂപ് ജേക്കബ് അങ്ങനെ ഒരു ക്ലെയിമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാണി സി കാപ്പനാണെങ്കിൽ കുറെ അധികം കാലമായി അവിടെ മാണി സാറിനെതിരെ മത്സരിക്കുന്നു. അങ്ങനെ കെ എം മാണിയെ പരാജയപ്പെടുത്തുന്നു, മകനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ പരാജയപ്പെടുത്തി വരാനാണ്. മാണിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല, പക്ഷേ മകനെ പിന്നീട് പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഈ UDFന്റെ ഭാഗമായി വരികയാണ്. മണ്ഡലം നിലനിർത്തുന്നു. മാണിക്കെതിരെയുള്ള പോരാട്ടം എത്രയോ കാലമായി തുടങ്ങിയതാണ്. അങ്ങനെ ആ മണ്ഡലം വിജയിച്ച് നിലനിർത്തി വന്ന കാപ്പനാണ്. അപ്പോൾ കാപ്പനെ ഒഴിവാക്കണോ?
മാണി സി കാപ്പൻ അതിനെ വൈകാരികമായി തന്നെ കാണുകയാണ്, വളരെ വൈകാരികമായി. കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ മാണി സി കാപ്പൻ എല്ലാ സാധ്യതകളും ഏതൊക്കെ തരത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്കും വി ഡി സതീശനിലേക്കും സമ്മർദ്ദം എത്തിക്കാമോ ആ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാമുള്ള സമ്മർദ്ദം ഒരു ക്യാബിനറ്റ് പദവിക്ക് വേണ്ടി. ഏറ്റവും കൂടുതൽ പ്രധാനികളെ കണ്ട ആള് ഒരുപക്ഷെ വി ഡി സതീശനായിരിക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളായിരിക്കില്ല, അത് ഈ പറയുന്ന മാണി സി കാപ്പനായിരിക്കും. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഏറ്റവും കൂടുതൽ വന്ന നേതാവ് ആരായെന്ന് ചോദിച്ചാൽ അത് അനൂപ് ജേക്കബ് ആയിരിക്കും. 6 or 7 തവണ അനൂപ് ജേക്കബ് ഇവിടെ എത്തി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. അനൂപിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 5 വർഷവും മന്ത്രിയായിരിക്കണം. കാപ്പനും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 5 വർഷം മന്ത്രിയായിരിക്കണം. ഇത് എങ്ങനെ സെറ്റിൽ ചെയ്യുമെന്നുള്ളതാണ് പ്രശ്നം. 2.5 വർഷം എന്നുള്ള കടുത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കാരണം കോൺഗ്രസിന് ഇവർ രണ്ടുപേരും ഓരോ എം എൽ എമാർ മാത്രമാണ്, ഒപ്പം മറ്റാരുമില്ല. അപ്പോൾ നിലവിൽ കോൺഗ്രസിന് മാത്രം 63 സീറ്റുകളുണ്ട്, 102 സീറ്റ് യു ഡി എഫിന് കിടക്കുകയാണ്. എന്നാൽ ഇവർ പോകട്ടെ എന്നല്ല, പക്ഷേ അവരോട് ഈ പറയുന്ന ഉപാധിക്ക് വഴങ്ങണം എന്നൊരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. അത് വി ഡി സതീശന്റെ മാത്രം തീരുമാനമല്ല, കോൺഗ്രസിന്റെ മുഴുവൻ തീരുമാനം എന്നുള്ള നിലയിലാണ് വി ഡി സതീശൻ അത് അവതരിപ്പിക്കുന്നത്. അകത്തുള്ള ചർച്ച അധികം വൈകാതെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും നേരം ഏറ്റവും ഒടുവിൽ കാപ്പൻ പ്രതികരിക്കുമ്പോൾ പോലും പറഞ്ഞത് എനിക്ക് 5 വർഷം വേണം എന്നുള്ള നിലപാടാണ്. അനൂപ് ജേക്കബും അതേ നിലപാട് ആവർത്തിക്കുകയാണ്. അനൂപ് ജേക്കബിന്റെ ഈ ഭാഷ അത്രയും കടുക്കുന്നില്ല എങ്കിൽ കൂടി, ഒരു സൗമ്യമായാണ് പ്രതികരിക്കുന്നതെങ്കിൽ കൂടി ആവശ്യം അതാണ്. കാപ്പൻ പക്ഷേ സൗമ്യമായല്ല, എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള നിലപാട് തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താകും പ്രതികരണം എന്നുള്ളത്. തർക്കം തുടരുമ്പോഴും 4:30ക്കും 5:30ക്കും ഇടയിൽ സന്ദർശനം ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ ലോക് ഭവനിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ലോക് ഭവനിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് സമയം ചോദിച്ചു, 4-നും 5-നും ഇടയ്ക്ക് ഒരു സമയം ചോദിച്ചു. അപ്പോൾ അത് 4:30ക്കും 5:30ക്കും ഇടയിലേക്ക് ലോക് ഭവനും തിരിച്ച് സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 4:30ക്കും 5:30ക്കും ഇടയിൽ വി ഡി സതീശൻ മന്ത്രിമാരുടെ ക്യാബിനറ്റ് ലിസ്റ്റുമായി പോകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അതിനു മുൻപ് പി ജെ ജോസഫിനെ വരെ സെറ്റിൽ ചെയ്ത വി ഡി സതീശന് മുന്നിൽ പുതിയൊരു കുരുക്ക് മുറുകി നിൽക്കുന്നു. അത് അനൂപ് ജേക്കബും മാണി സി കാപ്പനുമാണ്. ആ കുരുക്ക് കൂടി അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തുകാർ രാജപാത എന്ന് വിശേഷിപ്പിക്കുന്ന കവടിയാറിലെ പഴയ രാജ്ഭവന് മുന്നിലേക്കുള്ള വഴിയിലൂടെ ടീം ലീഡറായി വി ഡി സതീശൻ കക്ഷി നേതാക്കളുടെ ഒപ്പം ചേർത്തുകൊണ്ട് തൻ്റെ ടീമിന്റെ ലിസ്റ്റുമായിട്ട് ഗവർണറെ കാണാൻ പോകും. 16ാം നിയമസഭയിൽ വി ഡി സതീശൻ ക്യാബിനറ്റിന്റെ മെമ്പർമാരുടെ ലിസ്റ്റ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം ലോക് ഭവനിൽ ഗവർണർക്ക് മുൻപാകെ വെക്കും. ഗവർണർ അത് അംഗീകരിച്ച് കഴിയുന്നതോടുകൂടി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഔദ്യോഗിക അനുമതിയായി. അപ്പോൾ അതിന് തൊട്ട് മുൻപ് ഇതുപോലെയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നിർണയം. അവസാന നിമിഷം വരെ നമ്മൾ KPCC ഓഫീസിന്റെ ഇന്ദിരാഭവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് വരുന്നു. രമേശ് ചെന്നിത്തല ചിരിച്ചുകൊണ്ട് വരുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല വരുമോ, KC ചാർട്ടേഡ് വിമാനത്തിൽ വരുന്നു, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾക്കിടയിൽ ഒടുവിൽ വി ഡി സതീശൻ എന്ന പേരിലേക്ക് വന്നു. അതുപോലെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലിസ്റ്റും കൊണ്ട് പോകാൻ ഇറങ്ങുമ്പോഴും കുരുക്ക് മുറുകുന്നു. അവിടെ ടൈം വ്യവസ്ഥ പറ്റില്ല എന്ന് 2 നേതാക്കന്മാർ നിലപാടെടുക്കുന്നു, 2 കക്ഷികൾ നിലപാടെടുക്കുന്നു. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കും? ആ കുരുക്ക് കൂടി അഴിക്കേണ്ടതുണ്ട് വി ഡി സതീശനെ. ആ കുരുക്ക് അഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുന്നണിയിലുള്ള ഘടകകക്ഷികളെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനന്തൻ നേരത്തെ പറഞ്ഞു പോയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന പി ജെ ജോസഫിനെ സെറ്റിൽ ചെയ്ത വി ഡി സതീശൻ എന്ന്. പക്ഷേ പി ജെ ജോസഫ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ത്യാഗി ആര് എന്ന് ചോദിച്ചാൽ അത് പി ജെ ജോസഫ് എന്ന് പറയേണ്ടി വരും. പലതും ത്യജിച്ചു. 10 സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. 10 സീറ്റിൽ 2 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. 4 സീറ്റാണ് ചോദിച്ചത്. ആ 4 സീറ്റിൽ 2 സീറ്റ് വിട്ടുകൊടുക്കാൻ പി ജെ ജോസഫ് തയ്യാറായി. 2 സീറ്റ് കൊടുത്തു. ആ 2 സീറ്റ് കൊടുത്തു. 8 സീറ്റിലാണ് മത്സരിക്കാൻ അവസരം കിട്ടിയത്. ആ 8 സീറ്റിൽ മത്സരിക്കുമ്പോൾ 7 സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 7 സീറ്റിൽ സ്ട്രൈക്ക് റേറ്റിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് അവർക്കാണ്. 8 സീറ്റിൽ മത്സരിച്ച് 7 സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു. ആ 7 സീറ്റിൽ വിജയിക്കുമ്പോൾ ഓരോ MLA-മാരുള്ള പാർട്ടിക്ക് CP ജോണിന് 5 വർഷം കൊടുക്കാൻ തീരുമാനിക്കുന്നു, മന്ത്രിസ്ഥാനം കൊടുക്കാൻ തീരുമാനിക്കുന്നു, അനൂപ് ജേക്കബിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. കാപ്പന്റെ കാര്യത്തിലും അതേ പരിഗണന വരുന്നു. അപ്പോൾ പോലും ഒറ്റ മന്ത്രിയേ ഉള്ളൂ, പി ജെ ജോസഫിന് ഒറ്റ മന്ത്രിയേ ഉള്ളൂ. 2 വേണമെന്ന് ആവശ്യപ്പെട്ടു, ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ തൃപ്തിപ്പെടാൻ പി ജെ ജോസഫ് തയ്യാറായി. ചീഫ് വിപ്പ് കൂടിയായിരിക്കും ഒരു പക്ഷേ അഡീഷണൽ ലഭിക്കാൻ പോകുക. അതുകൊണ്ട് പി ജെ ജോസഫുമായി ഇവരെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. പി ജെ ജോസഫ് ഒരുപാട് ത്യാഗം ഈ തെരഞ്ഞെടുപ്പിൽ സഹിച്ചിട്ടുണ്ട്. 2 മന്ത്രി ചോദിച്ചു, 1 കിട്ടി, അത് ഓക്കെ എന്ന് പി ജെ ജോസഫ് പറഞ്ഞു. കാരണം പി ജെ ജോസഫ് അതിന്റെ കാരണം പറഞ്ഞത്, അതൊരു കാര്യമായി പറഞ്ഞത്, ഇതൊരു മുന്നണി സംവിധാനമല്ലേ, ഒരു കൂട്ടായ്മയല്ലേ, നല്ല രീതിയിൽ പോകണ്ടേ എന്നാണ് പി ജെ ജോസഫ് ചോദിച്ചത്. ആ ചോദ്യം കാപ്പനും അനൂപും ചോദിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.